പുതിയ ഫാമിലിയുടെ സൂറത്തിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഷോപ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഛോട്ടാപൂൽ എന്ന് വെച്ചാൽ കുഞ്ഞു പാലം. അപ്പോൾ ഇതിൻ്റെ അണ്ടറിലാണ് നമ്മുടെ ഷോപ്പിംഗ് ഏരിയ വരുന്നത്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അതെ. അപ്പോൾ സൂററ്റ് ഡയമണ്ട് സിറ്റി മാത്രമല്ല, ടെക്സ്റ്റൈൽസിലും ഭയങ്കര ഫേമസാണ്. ഇതിപ്പോൾ നമ്മൾ നിന്ന് ആ ബ്രിഡ്ജിൻ്റെ അണ്ടറാണ്, നേരെ താഴ്വശം. ഇത് നല്ല സെറ്റ് മാലയൊക്കെ ഇരിക്കുന്നു. ഇപ്പം ഇവിടെ മാർക്കറ്റിൽ എല്ലാ ദിവസവും നല്ല തിരക്കാണ്. അപ്പം നമ്മൾ മിക്കപ്പോഴും കാറിനൊന്നും വരവ് നടക്കൂല, പാർക്കിംഗ് ഒന്നും കിട്ടത്തില്ല. ഒന്നുമില്ല. ഒന്നേ 2 വീലർ ഇല്ല ഓട്ടോ പിടിച്ച് വരണം. ഇവിടുത്തെ മെയിൻ ഷോപ്പിംഗ് ഏരിയ ഇപ്പോൾ ഈ ഓൾഡ് സിറ്റിയിലെ ഈ മാർക്കറ്റ്. അപ്പം ഞങ്ങൾ കുറച്ച് കുഞ്ഞു ബാഗൊക്കെ കുഞ്ഞുങ്ങളിലേക്കും താമരയ്ക്കൊക്കെ മേടിക്കാമെന്ന് വെച്ചു. ഇതിനൊക്കെ 200 രൂപ, അതുകൂട്ട് കുഞ്ഞു ബാഗിനൊക്കെ 100 രൂപ, അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത്. ചെരുപ്പടകളൊക്കെ ഉണ്ട് കുറേ, നല്ല ഫാൻസി ഷൂസും എല്ലാം ഉണ്ട്. വാച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ, വാച്ചുണ്ട്, ഡ്രസ്സുണ്ട്. ഇതൊക്കെ മസാലക്കടകളാണ്, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ വലിയ റേറ്റ് ഒന്നുമില്ല, ചെരുപ്പിനൊക്കെ 10, 200, 250 രൂപ റേറ്റൊക്കെ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഏത് സൈഡ് തിരിഞ്ഞാലും 4 സൈഡും മാർക്കറ്റാണ്. നമ്മൾ ആ സൈഡിൽ നിന്ന് വന്നേ. ആ, ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യും, ഈ സൈഡിലോട്ട് പോവാം. ഇവിടെ എല്ലാ സൈഡിലും ഇങ്ങനെ മാർക്കറ്റാണ്, എല്ലാ സാധനവും കിട്ടുകയും ചെയ്യും. ഇവിടെ കണ്ടോ, അതൊക്കെ കുറേ ഗോൾഡ് പ്ലേറ്റഡ് ആ ജ്വല്ലറി എല്ലാം. ഇവിടെ ആൾക്കാർ പൊതുവെ നമ്മുടെ അവിടുത്തെ പോലെ അധികം ഗോൾഡ് യൂസ് ചെയ്യാറില്ല, അല്ലാത്ത കുറേ ഡിസൈനുള്ള വേറെ ഓർണമെന്റ്സ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് കൂട്ട് ഓർണമെന്റ്സ് ഒക്കെ അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവിടെ. ആ, ഇതൊന്നും ഗോൾഡ് അല്ല, ഇതൊക്കെ കല്യാണത്തിനും ഫംഗ്ഷനൊക്കെ ഇടുന്ന കൂട്ട് സ്യൂട്ടുകളാണ്. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അത് കൂട്ട്. എൻവലപ്പ് ഇവിടുത്തെ 100 രൂപയ്ക്ക് 4 എണ്ണം. 100 രൂപയ്ക്ക് 4 എണ്ണം. കല്യാണക്കുറികളൊക്കെ ഇല്ലേ, അതുപോലത്തെ എൻവലപ്സ് ആണ്. ഗോൾഡിൻ്റെ കടയൊക്കെ ഉണ്ട്, ഗോൾഡ്, സിൽവർ, ഡയമണ്ട് ജ്വല്ലറി ഒക്കെ ഉണ്ട്. നമുക്കിനി ആ ഗള്ളിൽ പോയി ഷോപ്പ് ചെയ്യാം. അതെ, ഇനി ഇതുവരെ ചുമ്മാടെ നീ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അതെ, ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഇവര് മറ്റേ തലയിലും തല വെക്കുന്നല്ലേ, മുടിയുടെ കൂടെ. അത് തന്നെ, കല്യാണത്തിൻ്റെ ഒക്കെ സമയത്ത് പെണ്ണ് വെക്കുന്ന കാണത്തില്ലേ. ഈ നെക്ലേസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല സിമ്പിൾ ആയിട്ടുള്ളത്. ഇവിടെ കൂടുതലും ജ്വല്ലറിയാണ് ഈ ഏരിയയിലോട്ടുള്ളത്. അപ്പം നമ്മൾ ആൻറ്റിയുടെ കൂടെ വന്നത്. അതെ, നമുക്ക് ജ്യൂസ് കുടിക്കാം, കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടോ. 2 ദിവസമായിട്ട് നമ്മൾ ആൻറ്റിയുടെ കൂടെയാണ്. ഇപ്പം എത്ര ദിവസമായി നമ്മൾ എന്താ ഗുജറാത്തില്? 3 നാലാമത്തെ ദിവസം ഇന്ന്. ആ, കഴിഞ്ഞ സൂറത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലേ ഓൾഡ് സിറ്റിയുടെ ഭാഗങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇത്തവണ എന്തായാലും അതെല്ലാം പറ്റി. നമ്മൾ 2-3 കരിമ്പൻ ജ്യൂസ് പറഞ്ഞു, ചെറിയ ഐസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇട്ടോളെ. അടുത്തത് ഫ്രഷ് കരിമ്പ് ഇട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സൂററ്റിൽ വന്നിട്ട് നമ്മളിതുപോലെ സ്ട്രീറ്റ് സ്റ്റോളിൽ നിന്ന് മേടിച്ച ഫുഡ് കഴിച്ചാലും എല്ലാം അത്യാവശ്യം നീറ്റായിരിക്കും. ഇപ്പോൾ ഇത് തന്നെയാണെങ്കിലും ഒരു അത്യാവശ്യം ക്ലീൻ ചെയ്ത് വെക്കുന്നു. അപ്പം ഇവിടെ ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല ക്ലീനാണ്. ഇതെല്ലാം ഓരോ ഒക്കേഷൻ ഉപയോഗിക്കുന്ന ട്രേയും പിന്നെ ബോക്സ്, ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഇല്ലേ, ചെറിയ അങ്ങനത്തെ സാധനങ്ങളാണ്. ഇതിവിടെ ഹൽദിയുടെ ഒക്കെ ടൈമിൽ യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സാണ്. ഇത് വളയാ. ആ സമയത്ത് നമ്മളിങ്ങനെ മാലയും വളയുന്നല്ല, ഇതുപോലെ പൂക്കളുടെ മാലയും വളയൊക്കെ അങ്ങനെയുള്ള ഓർണമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ആൻറ്റി ഹിന്ദി ഗുജറാത്തിക്ക് ഫ്ലുവൻ്റ് ആയതുകൊണ്ട് എല്ലാം ചോദിച്ച് ഫ്രണ്ടിൽ നടപ്പുണ്ട്. ഇതുണ്ട് തല വെക്കുന്നേ പിന്നില്ലേ. ആൻറ്റി ഉള്ളതുകൊണ്ട് ഗുജറാത്തി. ആ അതെ, സെറ്റായിട്ട് കിടക്കുന്ന. ആ, ഇത് നമ്മളിങ്ങോട്ട് കയറിയപ്പോഴും കണ്ടില്ലേ, മാലയും വളയും നെറ്റിച്ചുട്ടിയൊക്കെ ആയിട്ടുള്ള സെറ്റാണ് അത്. ഇതൊക്കെ ഡോറിൻ്റെ ഒക്കെ വാതിക്കാൻ നമ്മളിടുന്ന കാണത്തില്ല, ഡോർ ഹാങ്ങിങ്സ് പോലത്തെ ഐറ്റംസാണ്, ഡെക്കറേറ്റീവ് സാധനങ്ങളാണ് ഫുള്ള്. ഇതെല്ലാം കല്യാണത്തിൽ കേട്ടോ, അങ്ങോട്ട് ഈ ഏരിയ ഫുള്ള്. ഇതേ മെഹന്തി എന്നൊക്കെ എഴുതിയ ബോർഡൊക്കെ ഉണ്ട്. ഇത് എൻഗേജ്മെന്റിന്റെ ഇതുണ്ട്, ഇവിടെ റിംഗ് വെക്കാനുള്ള സ്പേസ് ഒക്കെ. ആ, ചെറിയ ട്രേ പോലെ കുറെ ഐറ്റംസ് ഉണ്ടല്ലേ. ആ, ഇതുണ്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന ഡോറില് വെക്കുന്ന ഐറ്റംസാ. ഇവരുണ്ടല്ലോ, അല്ലാണ്ട് നമ്മൾ കാണില്ല, ഈ വളയിലിങ്ങനെ 2 സൈഡിൽ വെച്ചിട്ട് വള വെച്ചിങ്ങനെ കൊട്ടിയിടുന്നത് അല്ലേ, അതുകൊണ്ടല്ലേ. ഞാൻ പറഞ്ഞ സാധനം
ഇതാ ഇവര് വളയിൽ ഇങ്ങനെ ഇത് കെട്ടിയിടും അങ്ങനെ എന്തോ കയ്യിലിങ്ങനെ രണ്ട് കയ്യിലും കിട്ടും. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി ഇങ്ങനെ അടിക്കുമ്പം ഇതിൽ ഇങ്ങനെ ഇത് ചിലത് വിട്ടുപോരും. വിട്ട് ആരുടെ തലയിൽ വീഴുന്നു അവരുടെ കല്യാണമാണ് അടുത്തത്. അങ്ങനെയാണ് ഇവിടുത്തേത്. ഞാനിതൊക്കെ സീരിയലിലും സിനിമയിലും കണ്ടിട്ടുണ്ട്. ഹിന്ദി സീരിയൽ അഡിക്റ്റ് ആയി നിൽക്കുന്നത്. പണ്ട് ഹിന്ദി സീരിയലൊക്കെ കാണായിരുന്നു. അപ്പം ഇങ്ങനെ കണ്ടാണ്. പിന്നെ സിനിമയ്ക്കകത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും. അങ്ങനെ പിന്നെ ഇതൊക്കെ ഇവരാ ഇടുന്ന കൂട്ട് വളയാന്ന് തോന്നുന്നു. ഇവർ കല്യാണം കഴിഞ്ഞൊരു ചുമപ്പ് വളയിടില്ലേ? ഇത് കുഞ്ഞ് നല്ല കളർഫുൾ ഡ്രസ്സ് കിടപ്പുണ്ട്. നമുക്ക് ദാമിക്ക് മേടിച്ചാലോ? മേടിക്കണമെങ്കിൽ മേടിക്കാം. ഇത് നവരാത്രി സമയത്താന്ന് തോന്നല്ലേ ഇത് കൂട്ട് കുറെ ഇറങ്ങുന്ന? നവരാത്രി ഉള്ളല്ലോ ഈ മാർക്കറ്റിൽ ഫുള്ള് ഈ ഓക്സിഡൈസ്ഡ് ഇയറിങ്സും ബാംഗിൾസും ഒക്കെ കൂടുതലും. ആ സമയത്തൊന്ന് വരണം. ഇനി നവരാത്രിക്കാണ് അടുത്ത വരേണ്ടത്. ഞാൻ നോക്കിയിട്ടില്ല. ഇതുപോലത്തെ കമ്മലുകൾക്കൊക്കെ 200-250 രൂപ വിലയുള്ളൂ. ഇതുപോലത്തെ കമ്മലുകൾക്കൊക്കെ ഇവിടെ 200-250 രൂപയൊക്കെ വിലയുള്ളൂ. ഇഷ്ടംപോലെ കമ്മൽ കളക്ഷനുണ്ട്. കമ്മലുണ്ട്, അതുപോലെ മാലയുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഇതേ 2 പേര് നെയിൽ എക്സ്റ്റൻഷൻസിൻ്റെ ഒക്കെ റേറ്റ് വെച്ച് നിൽക്കുക. ഇതൊക്കെ നമ്മൾ തലയിൽ വെക്കുന്ന കൂട്ട് ഓർണമെൻറ്റ്സും പിതൃം നമ്മൾ കണ്ടില്ലേ, മെഹന്തിക്കും ഹൽദിക്കും ഒക്കെ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സുകളാണ് കല്യാണത്തിനൊക്കെ. ഇത് അമ്പലത്തിലൊക്കെ വിരിക്കുന്ന ചെറിയ ചെറിയ ഷോൾ പോലത്തെ കുഞ്ഞു തുണികളാണ്. നല്ല ബ്രൈറ്റ് കളറായിട്ടുണ്ട്. ആ ഒരു ഗോൾഡ് റെഡ് കോംബോ. ഈശാനെ ഈ ബ്രൈഡിന്റെ ഗൃഹപ്രവേശനം ഇല്ലേ, വീട്ടിലോട്ട് കല്യാണം കഴിഞ്ഞ് കയറത്തില്ലേ ചെക്കൻ്റെ വീട്ടിലോട്ട്, ആ ടൈമിൽ ആ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ തലയിൽ വെച്ചോണ്ട് കയറുന്ന ലൈക്ക് നല്ലൊരു ഇതായിരുന്നു, ഒരു പോസിറ്റീവ് വേണ്ടി. പിന്നെ ഇത് താലമൊക്കെ ആരതി ഒഴിയാൻ നല്ല ഡിസൈനുള്ള താലങ്ങൾ. കുർത്തയാണോ? കോട്ടൺ ടോപ്സ്, കുർത്തയല്ല, ഷോർട്ട് ടോപ്സ്. ചോയ്ക്ക് കിतना भैया? ചോയ്ക്ക് വരൂ. 500 രൂപയ്ക്ക് 2 എണ്ണം. ഒരാളും ഭയങ്കര ഷോപ്പിംഗ് ആണ്. ഞാൻ 2 ടോപ്പ് എടുത്തേ ഉള്ളൂ. ഇവിടെ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ 2 ടോപ്പിന് 500 രൂപ അങ്ങനെയാ. എന്താ അടുത്തെന്ന് നോക്കുന്നത്? അല്ല, ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നാണ്, കാണിച്ചു തരാൻ. ഇത് ബാഗുകളാണെന്നും പറഞ്ഞുണ്ട്. അതെ അതെ, ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു പൗച്ച് ബാഗുകളാണ്. ഇവര് കൂടുതൽ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പം ഗസ്റ്റുകളൊക്കെ ഇല്ലേ, അവരൊക്കെ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷന് പോകുമ്പോൾ യൂസ് ചെയ്യുന്നേക്കോട്ടെ. നല്ല വർക്കുള്ള ബാഗുകളല്ലേ? നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ അതല്ലാണ്ട് ഇതുപോലെ കോസ്മെറ്റിക് ഐറ്റംസും ഉണ്ട്. ഇതെല്ലാം മോതിരങ്ങളാ, നല്ല വർക്കൊക്കെ ഉള്ള. നല്ല നിനക്ക് എത്ര വെച്ചേ? 100 രൂപയുടെ മോതിര. ഇത് 2 വിരലിലും കൂടി ഇടുന്ന മോതിരാണ്. 150 രൂപ. അതെ, ഐറ്റംസ് ഉണ്ട്. മയിലിന്റെ ഡിസൈൻ. മയിലിന്റെ ഡിസൈൻ തിരിഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഇതേ ഇവിടെ കണ്ടോ, അതായിരിക്കും പല ഡിസൈൻ ഉണ്ടേ. ഇത് പ്രാവിന്റെ ആണെന്ന് തോന്നുന്നു, പ്രാവിന്റെ ഡിസൈന്. ഇത് മയിൽ ഇങ്ങനെ ഒരു സൈഡുള്ള മയിൽ, ഇത് 2 സൈഡ്. ഓ, മയിൽ തന്നെ കേട്ടോ. ഇത് മയിൽ തന്നെ. ഇത് 2 സൈഡുള്ള മയില്, ഇത് ഒരു സൈഡുള്ള മയില്. നമ്മള് ആ വഴിയാ വന്നത്. ഇങ്ങനെ പോയി നമ്മൾ ഇതുവഴി കറങ്ങി ഇതുവഴി വന്നു. ഇനി നമുക്ക് നേരെ പോവാം. എനിക്ക് ഈ പഞ്ഞിമിഠായി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കെമിക്കൽ ഒട്ടും ഹെൽത്തി ഇല്ല, കളറാന്ന് പറഞ്ഞൊരു. അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല, അതൊന്നാമത്തെ കാര്യം. ഇതൊക്കെ പാഡൊക്കെയാ, പീരിയഡ് പാഡൊക്കെ, സാനിറ്ററി നാപ്കിൻസ്. ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്. ഇവിടെ ഒരു ചെറിയ മന്ദിരമുണ്ട്, ഹനുമാൻ്റെ അമ്പലം. ഇതൊക്കെയാണ് കശ്മീരി ഇയറിങ്സ്, ഈ നീളത്തിലുള്ളത്. അതിപ്പോൾ ഇവിടുത്തെ പുതിയ ട്രെൻഡാണ്. ആ കിടക്കുന്ന എല്ലാം മംഗൾസൂത്ര, താലി. ഇതെല്ലാം താലി. ഇതിനുള്ളല്ലോ 150 രൂപയേ ഉള്ളൂ. അതെ, ഇവിടെ ഇവര് താലിയൊന്നും ഗോൾഡ് വേണമെന്നൊന്നും ഇല്ല, എടുത്തില്ല. ഇതാണ് ഇവരുടെ മംഗൾസൂത്ര. ചെറിയ ബീഡ് വർക്കാ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ കമ്മൽ സെറ്റെല്ലാം 100 രൂപയുടെ. 100 രൂപയുടെ ഇവളൊരെണ്ണം എടുത്തു. ഇത് 100 രൂപയുടെ കമ്മലാണ്. ഇതിൽ കൃഷ്ണനും രാധയൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. ആ മുഖം ഒന്ന് കാണിച്ച് തിരിഞ്ഞ് നോക്കൂ. വേണോ? നല്ലല്ലേ, നല്ല ഡിസൈനൊക്കെ. സാരിയുടെ ഒക്കെ കൂടെ ഇടാം. ഇങ്ങനെ പേര് എഴുതിയ സെറ്റിന് 250, ലെറ്റർ സെറ്റിന് 150 രൂപ. ഇതുപോലത്തെ മാലയ്ക്കൊക്കെ ഞങ്ങൾ 200 രൂപയ്ക്ക് 2 മേടിച്ചു.
ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഇതുപോലെ ഓൾഡ് ടൗൺ കുഞ്ഞിതാ. വഴികളൊക്കെ ഭയങ്കര ചെറുതും. നമ്മൾ ഇത്തിരി മുമ്പ് കണ്ട പോലത്തെ കുഞ്ഞു പാർട്ടിക്കൊക്കെ പോകുമ്പോഴുള്ള ബാഗുകളുണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. കുറേ ഡിസൈനുകളും ഭയങ്കര രസമായിട്ട് കിടക്കുന്നത്. ഈ ഇതൊക്കെ എന്ന് പറയുന്നത് ഇവർ ഡ്രസ്സൊക്കെ ഈ കല്യാണ പെണ്ണൊക്കെ സാരിയൊക്കെ കൊടുക്കുമ്പം കവർ ചെയ്യണ കൂട്ട് കവറുകൾ. അതൊക്കെ നമ്മുടെ അവിടെ വെറുതെ വെച്ചല്ലോ കൊടുക്കുന്നത്. താലത്തിൽ താലത്തിൽ വെച്ചിട്ട്. ഇവര് പക്ഷെ അങ്ങനല്ല, ഇവര് താലത്തിൽ ഈ കവറിന്റെ അകത്ത് വെച്ചാ കൊടുക്കുന്നത്. 1000-3 നൈറ്റുകൾ കിട്ടും. ഇതെല്ലാം നൈറ്റ് സ്യൂട്ടുകളാണ്. ഇതൊക്കെ പിള്ളേരുടെ ഐറ്റംസാണ്. അപ്പം ഇത് കൂട്ട് ഉടുപ്പ് 3 എണ്ണത്തിന് 400 രൂപ. ഇതേ മുടി, പൊന്നു കുറച്ച് മുടി മേടിച്ച് വെച്ചോ. എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യത്തിന് മുടിയുണ്ട്. പൊന്നിന് കളർ ചെയ്യണമെന്നാ പറഞ്ഞേ. നിനക്ക് ഏത് കളർ വേണം? അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കളറൊക്കെ. ഇതൊന്നും എനിക്ക് വേണ്ട. ഇതുണ്ട്, ഇത് കേളി ഹെയറിന് പറ്റിയത്. ഇത് ബൺ ഷേപ്പിലൊക്കെ ഉണ്ട്, കുറെ ഡിസൈൻ ഉണ്ട്. ഇത് എവിടെ ഉണ്ടോ? അത് നല്ല ഭംഗിയുണ്ടല്ലേ. അത് നല്ല രസമുണ്ട്. ഷോർട്ട് ഹെയർ അല്ല, ഷോർട്ടല്ല, ഷോർട്ടും ലോങ്ങും ഒക്കെ ഉണ്ട്, താഴ്ത്തൊക്കെ ഉണ്ട്. പൊന്നൂന് ഇതേ സാധനം കിട്ടി, എടുത്തു വെച്ചാലേ. എനിക്കല്ല, ഞാൻ കാണിച്ചാണ്. ഇതൊക്കെ ഫംഗ്ഷൻ പോകുമ്പോൾ പറ്റുന്ന ഹമ്പ്. അത് ഹമ്പല്ല, നമ്മൾ ഈ ബണ്ണായിട്ട് വെക്കുന്ന അതുകൂട്ട് സാധന. നല്ല പനങ്കൊല പോലത്തെ മുടിയൊക്കെ ഉണ്ട്. വേണോ? വേണ്ട, അവിടെ കിടപ്പുണ്ട് പനങ്കൊല താഴെ വരെ. അപ്പൊ ഈ മാർക്കറ്റിലേക്ക് കറക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, മെറ്റീരിയലിന്റെ മാർക്കറ്റിൽ പോവാം. മെറ്റീരിയലിന്റെ മാർക്കറ്റിൽ പോവാം. അത് ഓട്ടോയ്ക്ക് പോകാം. വഴിയിൽ അത്യാവശ്യം തിരക്കുണ്ട്. സമയം ഇപ്പം 5 മണിയായി. അതുകൊണ്ട് നല്ല തിരക്കുണ്ട് വഴിയിൽ. ഇതെല്ലാം കല്യാണത്തിൻ്റെ വലിയ വലിയ കടകളാണ്. ഇങ്ങോട്ടൊക്കെ കുറേ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഇപ്പം ഇവിടെ കല്യാണ സീസണാണ് മെയിൻലി. ഇത് പോലീസ് സ്ഥാനമാണോ? നല്ല രസമുണ്ടോ ബിൽഡിങ് കാണാൻ. ഇതെല്ലാം ഓൾഡ് ടൗണിൻ്റെ ഭാഗങ്ങളാണ്. ഇതൊരു മന്ദിറാന്ന് തോന്നുന്നു. ചെറിയൊരു ലോഡിങ് വണ്ടി പോകുന്നു. ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസുകളുണ്ട്. 2 ഫ്ലൈ ഓവറാണ്. നമ്മൾ പോകുന്ന ഫ്ലൈ ഓവർ ഒരെണ്ണം, അതിന് മേളിൽ വേറെ ഒരെണ്ണം. സിറ്റി ഓഫ് ഫ്ലൈ ഓവേഴ്സ് എന്നാണ് സൂററ്റ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ടെക്സ്റ്റൈൽ മാർക്കറ്റാണ്. എന്ത് വലുതാ അല്ലേ. ഇത് ശിവാജിയുടെ സ്റ്റാച്ചുവാണ്. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ടെക്സ്റ്റൈൽ മാർക്കറ്റുകളുണ്ട്. നമ്മൾ വന്നേക്കുന്നത് ബോംബെ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ പുള്ളിക്കാരൻ അവിടുന്ന് ഒരു റേറ്റ് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഒരു കുറച്ച് മുന്നിലോട്ട് നിർത്താൻ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു 50 മീറ്റർ അനങ്ങിയാലും പുള്ളിക്ക് പൈസ കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബോംബെ മാർക്കറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി ഇവിടാണ് നമ്മൾ കുറേ മെറ്റീരിയലുകളുണ്ട്, സാരിയുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിപ്പോലാട്ടോ. ഇതൊരു എൻട്രി ഗേറ്റാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സാരീസും വെഡ്ഡിങ് കളക്ഷൻസും ഇഷ്ടംപോലെ ഉണ്ട്. ഇതുണ്ട്, ഇതെല്ലാം ലെഹങ്കകളുടെ ഏരിയ. ഇത് നല്ല സെറ്റപ്പ് മാർക്കറ്റാണ്. അതെ, നമുക്ക് ലെഹങ്കയൊക്കെ കൊള്ളാം കേട്ടോ. നല്ല ഡിസൈനുകളല്ല. ഇവിടെ ഇപ്പം മെയിൻലി കല്യാണത്തിൻ്റെ സമയമായതുകൊണ്ട് കുറേ ഐറ്റംസ് ഉണ്ട്. നല്ല ഷോറൂം വൈബുള്ള മാർക്കറ്റാട്ടോ ഇത്. ഇതൊക്കെ ചെറുക്കൻ്റെ ഡ്രസ്സുകളാണ്, സ്യൂട്ടുകളും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. മെൻസിൻ്റെ ഏരിയ. അത് ക്രഷ്ഡ് സാരിയാ, അതിന് 550 രൂപയുള്ളൂ. അപ്പഴത്തെ ഞാൻ ഒരെണ്ണം ചോദിച്ചതിന് 3050 രൂപയായിരുന്നു. 3500 അല്ലേ? 3500, ശരിയാ. ഇത് പക്ഷേ പല റേറ്റിലും ഉണ്ട്. ഇവിടെ കുറഞ്ഞതും ഉണ്ട്, കൂടിയതും ഒക്കെ ഉണ്ട്. കുറേ കളക്ഷൻ ഉണ്ട് ഇഷ്ടംപോലെ. ഉണ്ടോ ആ ലെഹങ്കയുടെ ഒക്കെ വർക്ക് ഉണ്ടോ? അതിന് ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലേ, നല്ല കളർഫുൾ വർക്ക്. അതിന് എത്രയാണ് ചോദിച്ചോക്കായിരുന്നു. മേടിക്കാന്നല്ല, കല്യാണം വരുന്നുണ്ടോ ഉടനെ? കല്യാണം വരുന്നൊന്നുമില്ല, ചുമ്മാ ചോദിച്ചറിഞ്ഞിരിക്കാമല്ലോ. ആ ലെഹങ്കയ്ക്ക് 21,000 രൂപ. 21 വേണോ? വേണ്ട, പക്ഷെ നല്ല വർക്കാ. വർക്ക് രസമുണ്ട്, ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. ഇതൊക്കെ ഓരോ കടകളാണ് ഇതുപോലെ ഇഷ്ടംപോലെ. ഈ ഏരിയ ഫുൾ ഇതുപോലെ കുറേ കടകളുണ്ട്. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. സ്കേർട്ടിൻ്റെ രസമുണ്ട്, ടോപ്പിൻ്റെ രസമുണ്ട്, എല്ലാം കൊള്ളും. അതെ, അധികം കൊള്ളിക്കണ്ടവാ.
ദേ സാരികളൊക്കെ കണ്ട കുറേ ടൈപ്പ് സാരികളുണ്ട്. ആ വർക്ക് കളക്ഷനേ അതാ മേ ബി ബത്താരെ സംതിങ് ഞാനും അതാ പറഞ്ഞോണ്ടിരുന്നേ. കളക്ഷൻ ഉണ്ട്. ആ ഇത് 1000 രൂപയുടെ 600 രൂപയുടെ സാരി, അതുപോലെ അപ്പുറത്തോട്ട് 500 രൂപയുടെയൊക്കെ സാരി ഉണ്ട്. താഴത്തേക്കൊക്കെ ഉണ്ട് 650 രൂപ 700 രൂപയ്ക്കൊക്കെ നല്ല സാരി കിട്ടും. ആ ലെഹങ്കയുടെ റേറ്റ് ഉണ്ടോ 3000 രൂപ, ഇതിന് 6500. ഭയങ്കര റേറ്റ് കുറവല്ലേ? എല്ലാ റേറ്റിലുള്ള സാധനം കിട്ടും. നല്ല റേറ്റിലുള്ളത് കിട്ടും, പക്ഷെ നമ്മുടെ അവിടെ ആവുന്ന അത്ര റേറ്റ് ആവില്ല ഇതിന്. ഇതുണ്ടോ എനിക്ക് 4000 രൂപയൊക്കെ ഉള്ളൂ. എന്ത് വർക്കാന്ന് നോക്കി. ഫാൻസി സാരി, ഫാൻസി ലെഹങ്ക, ഡ്രസ് മെറ്റീരിയൽ, ഡ്രസ് മെറ്റീരിയൽ ഓക്കെ, ശനിയാഴ്ച എല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബസാർ നിറച്ച് ഇതുപോലാന്ന് തോന്നുന്നു, നിറച്ച് മാർക്കറ്റ് ഫുള്ള് വെഡിങ് സെയിലല്ലേ ഇവിടെ കൂടുതലും. ആ ചുമന്ന സാരിയുണ്ട്. നല്ല രസമുണ്ട്. അത് നമ്മളൊക്കെ ഉടുക്കണോലെ ഉടുപ്പിച്ചേക്കുന്നത്. ഇതൊക്കെ വേറെ ഡിഫറെന്റ് സ്റ്റൈലിലാണ് എടുത്തേക്കുന്നത്, ഇവിടുത്തെ ആ ഒരു രീതിയിൽ. നല്ല രസമില്ലേ ഡ്രൈപ്പ് കാണാൻ. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട ജീവിതം. കുറേ ഐറ്റംസ് ഉണ്ട്. എന്ത് രസമാണ്. നമ്മൾ സാധാരണ ഷോപ്പിംഗ് പോകുന്ന ഗള്ളികളിലും ഇതുപോലെയൊക്കെ ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു. സത്യം. അതുണ്ടോ 550, 350, 300, 250, 200 രൂപയ്ക്കൊക്കെ ഉണ്ട് സാരി. നമുക്കൊരു സാരി നോക്കിയിട്ട് പോവാം. भाई वो उधर वायलेट कलर है ना, लाइट वायलेट. 550 वाला डिस्प्ले 550 का है, 550 का वो सब इधर है। ये 600 वाला है, ये 550 वाला है। ചാച്ച വളരെ കാര്യമായിട്ടൊരു സാരി നോക്കുക. ഇതിന് 550 രൂപയുള്ളൂ. പക്ഷേ और ये ब्लाउज आएगा കോട്ടൺ സിൽക്ക് അല്ലേ മെറ്റീരിയൽ? അല്ല ഇത് ഇത്തിരി റഫാ. ഈ സാധനം ഉണ്ടല്ലോ ब्लाउज का, ये वाला ब्लाउज पीस. हाँ ये साड़ी के अंदर पूरा डिजाइन है। और ये पदर है। എനിക്ക് ഈ പ്രിന്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് നോക്കിയത്. പക്ഷേ മെറ്റീരിയൽ ഇത് ഇത്തിരി സോഫ്റ്റ് മെറ്റീരിയൽ വേറെ കിട്ടുമെന്ന് വെച്ചാൽ ഇതിനാണ്. ഇത് മൊത്തം തുണിയാണ് കൂട്ടിയിട്ടേക്കുന്നത് ഇവിടെ എല്ലാം ഇഷ്ടം പോലെ. ഇനി നമുക്ക് ചുമ്മാ കണ്ട് നടക്കാം. നമ്മളൊന്നും മേടിച്ചില്ല. ഇല്ല, നമുക്ക് വെളിയിൽ പോയേക്കാം. കാരണം ഇവിടെ ഫുള്ള് കല്യാണത്തിൻ്റെ ഏരിയ. അപ്പോൾ ഇതുപോലത്തെ വലിയ ലെഹങ്കയും ഇങ്ങനത്തെ നല്ല വർക്കുള്ള സാരികളും ലെഹങ്കയൊക്കെ ഉള്ളൂ. നമുക്ക് പോവാം. നമ്മളെ ഇനി അപ്പുറത്ത് നമുക്ക് പോയി കുറച്ച് നാരങ്ങ വെള്ളം കുടിച്ചു തരാം. അടുത്ത റിഫ്രഷ്മെന്റ് സമയേ. അതെ, മുമ്പേ കരിമ്പൻ ജ്യൂസ് ആയിരുന്നു, ഇപ്പൊ നാരങ്ങ വെള്ളം. അപ്പോൾ നാരങ്ങ വെള്ളം റെഡി. എന്തോ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇവിടുത്തെ ടൈപ്പാ. എങ്ങനെയുണ്ട്? നല്ല. ഞാൻ എന്താ പറയാ, ഇത് നിന്റെ മീട്ടാവാല, ഇതെന്നെ ഉപ്പുള്ളത് നമുക്കീൻ. ഇത് ഈ ബോംബെ മാർക്കറ്റിന്റെ കാർ പാർക്കിംഗ് ഏരിയ. അങ്ങോട്ട് കാറും ടൂ വീലറും എല്ലാം പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ടല്ലേ. ഇനി നമ്മൾ അപ്പുറത്ത് ഇവിടെ വേറെ ഡ്രസ്സിന്റെ മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ട് പോവാ. ഇതൊക്കെ ഇതേ ഓട്ടോ സ്റ്റാൻഡ് ഏരിയ അവിടെ. വണ്ടി വന്നുകൊണ്ട് സ്ഥലമില്ല. പാനിപ്പൂരി. പാനിപ്പൂരി നിപ്പില്ല, നമുക്ക് വേറെ എന്തെങ്കിലും. ഇപ്പോഴാണ് നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചത്. വേണോന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ കാണിച്ചെന്നാണ്. പോട്ടെ എന്നവാ. പൊന്നൂൻ്റെ ഡിക്ഷണറിയിൽ ഫസ്റ്റ് ഷോപ്പിംഗ്, പിന്നാണ് ആഹാരമൊക്കെ ഉള്ളത്. ഇതുവരെ അങ്ങോട്ടെല്ലാം തുണിയുടെ മാർക്കറ്റാണ്. കുറേ ഏരിയ ഉണ്ട്. ഒരു ഗല്ലിൽ നിറച്ച തുണി. ഇവിടെ കണ്ട 1500 രൂപയ്ക്ക് 3 ഡ്രസ് മെറ്റീരിയൽ കിട്ടും. ഇവിടെ മെറ്റീരിയലുകളാണ് കൂടുതൽ. മെറ്റീരിയലും പിന്നെ സ്യൂട്ട്സും കുർത്തയൊക്കെ ഉണ്ട്. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. കുറേ ടൈപ്പ് തുണികളുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ തയ്യക്കടകളാണ്. പിന്നെ ഇതുണ്ട്, ഇതൊക്കെ ഇഷ്ടംപോലെ കോഡ് സെറ്റുകളൊക്കെ ഉണ്ട്. ഇതിന് 1250 കേട്ടോ, ഫുൾ സെറ്റിന്. ഫുൾ സെറ്റിന് പലാസോ പാൻറ്റൊക്കെ ആയിട്ടുള്ള. മേളിലൊക്കെ ഇവിടെ വീടുകളാണോ? വീടുകളാണ് എൻ്റെ ഈ മേളിലല്ല. അതെ. മേളിലൊക്കെ വീടുകൾ. താഴോട്ട് ഇറങ്ങുമ്പോഴേ ഇതുപോലെ ഷോപ്പ് ചെയ്യാനുള്ള ഏരിയ. 750, 750. എത്ര? പ്യുവർ കോട്ടൺ. 750. ഇതിനെ പറയുന്നത് ബാന്തിനി എന്നാണ്. ബാന്തിനി അല്ലെങ്കിൽ ടൈ ആൻഡ് ഡൈ എന്ന് പറയും. ഈ വൈറ്റ് കാണുന്ന എല്ലാം ആദ്യം ഈ പ്ലെയിൻ തുണിയായിരിക്കും, അതിലിങ്ങനെ നോട്ട് ഇട്ട് വെക്കും ഡിസൈൻ അനുസരിച്ച്. എന്നിട്ട് പിന്നെ കളറിൽ ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് ആ നോട്ട് തുറക്കുമ്പോൾ ഇതെല്ലാം വൈറ്റും ബാക്കി എല്ലാ സ്ഥലവും കളറും. അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ്. ബാന്തിനി, ടൈ ആൻഡ് ഡൈ, ഇത് ഇവിടുത്തെ ഫേമസാണ്. ബാന്തിനി ഫേമസ്. ആദ്യം കഴുകുമ്പോൾ കുറച്ച് കളറ് പോവും, പിന്നെ പോയില്ല.
കുറച്ച് ഡാർക്ക് കളർ എടുത്താൽ നല്ലതാണ്. സോ ഇന്ന് നമ്മളുടെ സൂറത്തെ ലാസ്റ്റ് ഡേ ആണ്. 2 ദിവസം സൂറത്തിൽ പോയി. അതിൽ ആദ്യത്തെ ദിവസം നമ്മളിവിടെ വന്നു, പിന്നെ 2-3 ദിവസം നമ്മൾ കറങ്ങി. അങ്ങനെ 4 ദിവസത്തെ സൂററ്റ് ജീവിതം തീർന്നു. പിന്നെ നമ്മൾ സൂററ്റിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മേനെയൊക്കെ ഇടയ്ക്ക് കണ്ടു. അതെ, ഇനിയിപ്പോൾ നമുക്ക് സൂററ്റിനോട് ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് ബൈ പറയാം. അതെ, സൂററ്റ് ഒരു ടെക്സ്റ്റൈൽ സിറ്റിയും കൂടെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നൊന്ന് തുണി കറങ്ങാൻ വന്നത്. തുണി കറങ്ങാനാ? അല്ല, തുണി നോക്കാൻ വന്നത്. സാർ, അപ്പോൾ ഈ മാർക്കറ്റ് ഇവിടെ വരെ ഉള്ളൂ. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഇത് കുഞ്ഞൊരു മാർക്കറ്റാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതെ, ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ആൻറ്റിയുടെ അടുത്തോട്ട് പോവുകയാണ്. ആൻറ്റിയുടെ അപ്പോൾ 2 ദിവസം ഞങ്ങൾ ആൻറ്റിയുടെ കൂടെ ആയിരുന്നു. സ്റ്റേയും പരിപാടികളെല്ലാം ആയിരുന്നു. കുറേ ഫുഡും പരിപാടികളെല്ലാം കുറേ കഴിച്ചു, ട്രൈ ചെയ്തു. എല്ലായിടത്തും കൊണ്ട് നമ്മളെ ഫുഡ് ട്രൈ ചെയ്യിപ്പിച്ചത്. അതന്നെ, ഇവിടുത്തെ ഞങ്ങളുടെ ടൂർ ഗൈഡായിരുന്നു. അതെ, ആ കാണുന്നതാണ് ബോംബെ മാർക്കറ്റ്. അപ്പോൾ ഈ ബോംബെ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡിലാണ് നമ്മളിപ്പോൾ ഈ സ്യൂട്ട്സ് ഒക്കെയുള്ള മാർക്കറ്റ്.